എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പബ്ലിക് ഡേ 2025. നമ്മുടെ PSC എക്സാമുകൾ എടുത്ത് ചോദിക്കാറുണ്ട് അല്ലേ, ഇതേപോലെയുള്ള റിപ്പബ്ലിക് ഡേ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും പിന്നെ റിപ്പബ്ലിക് ഡേയിൽ വന്നിട്ടുള്ള അതിഥി ആരാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് നോക്കി പോവാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനു മുമ്പ് നമ്മുടെ ആപ്പിൽ നമ്മൾ പെയ്ഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭാരതം 76ാമത്തെ റിപ്പബ്ലിക് ദിനം ആചരിച്ചു. അപ്പോൾ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എത്രാമത്തെയാണ്? 76ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. അതേസമയം 75ാമത്തെ വാർഷികമാണ് ആചരിച്ചിട്ടുള്ളത്. മാറിപ്പോവണ്ട, 76ാമത്തെ റിപ്പബ്ലിക് ദിനവും അതേപോലെ തന്നെ 75ാമത്തെ വാർഷികം. ഓക്കെ. രാജ്യത്തിന്റെ 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വിജയ് ചൌക്കിൽ നടന്നിട്ടുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങോടെ സമാപനം കുറിച്ചു. ലോകത്തിലെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള സംഗീത വിരുന്നുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ബീറ്റിംഗ് റിട്രീറ്റ്. 30ഓളം ഇന്ത്യൻ ഗാനങ്ങളാണ് സേനാംഗങ്ങൾ സമാപന പരിപാടിയിൽ അവതരിപ്പിച്ചത്. എല്ലാ പോയിന്റ്സുകളും ഒന്ന് കേട്ടുപോവാട്ടോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് നോക്കിയേ. 76ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും എക്സാമുകളിലൊക്കെ ചോദിക്കും. പ്രഭാവോ സുബിയാന്തോ. ആരാണ്? പ്രഭാവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ് കേട്ടോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. അറിഞ്ഞു വെച്ചേക്ക, 76ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ്? പ്രഭാവോ സുബിയാന്തോ. സുബിയാന്തോ ആയിട്ടൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. രാമൻ രാജമന്നനാണ്. രാമൻ രാജമന്നൻ. 2025 റിപ്പബ്ലിക് ദിന പരേഡിന് പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവ് കേട്ടോ. കേരളത്തിലെ ആദിവാസി രാജാവ് ആരാണ്? രാമൻ. രാമൻ രാജമന്നൻ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ്. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം എന്താണ്? സുവർണ ഭാരതം പൈതൃകവും, സ്വർണിം ഭാരത് വിരസിത് ഓർ വികാസ്, അല്ലെങ്കിൽ ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ സ്വർണ ഭാരതം പൈതൃകവും പഠിച്ചു വെച്ചേക്കണേ. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സ്വർണ ഭാരതം പൈതൃകവും. റിപ്പബ്ലിക് ദിനാഘോഷത്തിലും ഭരണഘടനയുടെ തിളങ്ങുന്ന 75 വർഷങ്ങൾ പ്രമേയമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പരേഡിന്റെ ഭാഗമായിട്ടുള്ള നിശ്ചല ദൃശ്യങ്ങളിൽ 2 ഭരണഘടനയുടെ 75 വർഷങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 76ാമത്തെ ആണ്. 75ാമത്തെ വാർഷികമാണ് അല്ലെ. പിന്നെ മുഖ്യ അതിഥി ആരാന്ന് ചോദിക്കുകയാണെങ്കിലോ പ്രഭാവോ സുബിയാന്തോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. പിന്നെ കേരളത്തിലെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ആദിവാസി രാജാവ് രാമൻ രാജമന്നൻ. ഈ വർഷത്തെ നിശ്ചല ദൃശ്യങ്ങളുടെ പ്രമേയം സുവർണ ഭാരതം പൈതൃകവും അല്ലെ. സ്വർണിം ഭാരത് വിരസിത് ഓർ വികാസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കാം. റിപ്പബ്ലിക് ദിനത്തിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചിട്ടുള്ളത് ആരാണ്? പൂനം ഗുപ്തയാണ് കേട്ടോ. റിപ്പബ്ലിക് ദിനത്തിൽ വനിതകൾ മാത്രമുള്ള CRPF സംഘത്തെ നയിച്ചിട്ടുള്ളത് ആരാണ്? പൂനം ഗുപ്ത. റിപ്പബ്ലിക് ദിന പരേഡിൽ കുംഭമേള പശ്ചാത്തലത്തിലുള്ള ഉത്തർപ്രദേശിന്റെ ടാബ്ലോയ്ക്കാണ് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം എല്ലാ വർഷവും റിപ്പബ്ലിക് ദിന പരേഡിൽ ടാബ്ലോകൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അതില് 1ാം സ്ഥാനം ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? ഉത്തർപ്രദേശിനാണ് കേട്ടോ. ഉത്തർപ്രദേശാണ്. അപ്പൊ അതിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ കുംഭമേളയാണ്. കുംഭമേള ഉത്തർപ്രദേശ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തർപ്രദേശിലാണ് കുംഭമേള നടക്കുന്നത് അല്ലെ. അപ്പോ തീം എന്താണ്? കുംഭമേളയാണ്. അപ്പൊ ആദ്യം ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം ത്രിപുരയാണ് കേട്ടോ. 2ാം സ്ഥാനം ത്രിപുരയാണ്. പൈതൃകവും വികസനവും എന്നതായിരുന്നു ത്രിപുരയുടെ വിഷയം. അപ്പോ അവരുടെ തീം എന്തായിരുന്നു? പൈതൃകവും വികസനവും. 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിനാണ് കേട്ടോ. മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചു. ഓക്കെ, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ 1ാം സ്ഥാനം ഉത്തർപ്രദേശ്, 2ാം സ്ഥാനം ത്രിപുര, 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. അപ്പൊ രണ്ടും പ്രദേശ് തന്നെയാണ്. ആദ്യം ഉത്തർപ്രദേശ് എന്ന് ഓർത്തു വെക്കാം കേട്ടോ. ടാബ്ലോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് നോക്കി ഓർത്തു വെക്കാം. ഉത്തർപ്രദേശ്, UP അപ്പായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ 1ാം സ്ഥാനം ഉത്തർപ്രദേശ്, തീം എന്താ? കുംഭമേള. 2ാം സ്ഥാനം ത്രിപുര, പൈതൃകവും വികസനവും എന്നതായിരുന്നു അവരുടെ വിഷയം. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, ഓക്കെ, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ അവതരിപ്പിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 16 ടാബ്ലോകളായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ. റിപ്പബ്ലിക് ദിന
വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 16 ടാബ്ലോകളായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിനിടെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് തീർത്ഥത്തിന്റെ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെയർ ഡെവിൾസ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ, റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരിശീലനത്തിനിടെ മോട്ടോർ സൈക്കിളിൽ ഏറ്റവും ഉയരമുള്ള മനുഷ്യ പിരമിഡ് മനുഷ്യ പിരമിഡ് തീർത്ഥത്തിന്റെ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ കരസേനയുടെ റൈഡർ സംഘം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെയർ ഡെവിൾസ് ആണ്. 7 ബൈക്കുകളിൽ 40 കരസേനാംഗങ്ങൾ 20.4 അടി ഉയരത്തിൽ അണിനിരന്നതായിരുന്നു യാത്ര. ഓക്കെ, ദേശീയ പതാക കയ്യിലേന്തി ന്യൂഡൽഹി വിജയ് ചൗക്ക് മുതൽ ഇന്ത്യ ഗേറ്റ് വരെ 2 കിലോമീറ്റർ ദൂരം സംഘം പിന്നിട്ടു. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടു പോവാ കേട്ടോ. ഡെയർ ഡെവിൾസ് ആയിരുന്നു എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഇനി ഗിന്നസ് ബുക്ക്, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയെല്ലാം ഇതിലൂടെ ഇവർ നേട്ടം രേഖപ്പെടുത്തി. റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. നമുക്കറിയാം റിപ്പബ്ലിക് ഡേയിൽ സാധാരണ ഹോളിഡേ ആണല്ലേ, പക്ഷെ റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കുവാൻ തീരുമാനിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്ര രാജ്യത്തിന്റെ 76ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ദക്ഷിണേന്ത്യയുടെ GI ടാഗ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് കേട്ടുപോയേക്കാം കേട്ടോ. ഇനി എങ്ങാനും ചോദിക്കാൻ തോന്നുകയാണെങ്കിൽ മാർക്ക് കളയണ്ട. എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് GI പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. പോച്ചാമ്പള്ളി ഇക്കട്ടോൺ പെൻസിൽ പൗച്ച്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോകാം കേട്ടോ. ഇനി എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ മാർക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. പോച്ചാമ്പള്ളി ഇക്കട്ടോൺ പെൻസിൽ പൗച്ചാണ്. പിന്നെ മൈസൂർ ഗാഞ്ചിഫ ഫ്രിഡ്ജ് മാഗ്നറ്റ്, കാഞ്ചീപുരം സിൽക്ക് പൗച്ച് ഉണ്ട്, പിന്നെ എത്തിക്കോപ്പാക്ക ടോയ്സ് കേട്ടോ. അപ്പൊ ഈ 4 പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ദിസ് ഇയർ ദ പരേഡ് വിൽ ടേക്ക് പ്ലേസ് അറ്റ് കർത്തവ്യ പഥ് ഇൻ ന്യൂഡൽഹി ഷോയിങ് മിലിറ്ററി പവേഴ്സ്. ഓക്കെ, കർത്തവ്യ പഥിലാണ് നടക്കുക കേട്ടോ പരേഡ് നടക്കുന്നത്. മൈഗവ് പോർട്ടൽ ഇഷ്ട ടാബ്ലോകൾക്കും സേനകൾക്കും വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നു. ഇതിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഗുജറാത്താണ്. അതായത് ഇപ്പൊ നമുക്ക് തന്നെ ഓൺലൈനായിട്ട് തന്നെ വോട്ട് ചെയ്യാൻ പറ്റും. ഇഷ്ട ടാബ്ലോകൾക്കും സേനകൾക്കും വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഗുജറാത്താണ് കേട്ടോ. മിക്കവാറും എല്ലാവരും രാത്രിയാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ഓർത്തു വയ്ക്കാം കേട്ടോ. അപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് ഗുജറാത്തിനാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കാം. ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണ്. ഓക്കെ, ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണ് കേട്ടോ. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതച്ചേ ഗാവ് തേൻ ഗ്രാമം പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. അപ്പൊ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാരിന്റെ മാതച്ചേ ഗാവ് കേട്ടോ എന്ന് പറഞ്ഞാൽ തേൻ ഗ്രാമമാണ്. ഈ ഒരു പദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ടാബ്ലോ ന്യൂഡൽഹിയിൽ പ്രദർശിപ്പിച്ചു. ഇനി DRDO റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രളയാണ്. DRDO റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ദേശീയ ഹ്രസ്വദൂര അർദ്ധ ബാലിസ്റ്റിക് മിസൈൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പ്രളയ്. ഓക്കെ, അപ്പൊ തേൻ ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാ? മഹാരാഷ്ട്രയാണെന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഹോളിഡേ മാറ്റിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ള വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ടാബ്ലോയ്ക്കാണെന്നുള്ളത് അറിഞ്ഞു വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള GI ടാഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷത്തെ 2025 റിപ്പബ്ലിക് ദിനത്തിൽ ടാബ്ലോയ്ക്ക് 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഏത് സംസ്ഥാനമാണെന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.